ഓൾ വെൽക്കം ടു എക്സാം ലേണിംഗ്. അപ്പോൾ നമ്മളെ എക്സാമുകളുടെ കാലൊക്കെ വരാൻ പോവാണ്. ഇനി ഒരുപാട് എക്സാമുകളും പീരിയോഡിക് ടെസ്റ്റുകളായിട്ടും അതുപോലെ തന്നെ ഓൺ എക്സാമുകളായിട്ടും ഒരുപാട് അധികം എക്സാമുകൾ നമുക്ക് മുന്നിലേക്ക് വരാൻ പോവാണ്. സോ എക്സാമിന്റെ സമയത്ത് പലരും ചോദിക്കുന്നതാണ്, എക്സാമിന്റെ സമയത്ത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, എക്സാമിന്റെ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് ഈ ഒരു ഓർമ്മിച്ച് എടുക്കാൻ നമുക്ക് പ്രയാസമാവുന്നത്? നമുക്ക് പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായതുകൊണ്ടാണോ? അല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാമിന്റെ സമയത്ത് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്നും കൂടി എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എക്സാമിന്റെ സമയത്ത് ഇനി എക്സാം ആണ് വരാൻ പോകുന്നത്. എക്സാമിൽ നന്നായിട്ട് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നമുക്ക് ഒരു പെർഫോമൻസ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എക്സാമിന്റെ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്യൂലിംഗ് സക്സസ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് കൊടുത്തില്ല കേട്ടോ. അപ്പൊ ഫ്യൂലിംഗ് സക്സസ് എന്ന് പറഞ്ഞാൽ ആ നെയിമിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഫ്യൂൽ ആണല്ലേ, നമ്മുടെ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, നമ്മുടെ ഫുഡാണ്. സോ ഫുഡിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നല്ല രീതിയിലുള്ള മാർക്സ് സ്കോർ ചെയ്യണം. സോ അതിന് എന്തൊക്കെയാണ് നമ്മൾ എക്സാം ടൈമിൽ നമ്മൾ നോക്കേണ്ട ഡയറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂട്രീഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ നോക്കണം. വൈ ന്യൂട്രീഷൻ മാറ്റർ, എന്തുകൊണ്ടാണ് ന്യൂട്രീഷൻ മാറ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. യുവർ ബ്രെയിൻ ഈസ് എൻ എഞ്ചിൻ. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, എഞ്ചിൻ ആണ് അല്ലെ. ഏതൊരു കാര്യം വർക്ക് ചെയ്യണമെങ്കിലും അതിന് എനർജി വേണം. സോ ആ എനർജി എന്ത് ചെയ്യണം, എനർജി നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കണം. സോ ആ എനർജി കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുത്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു രീതി എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണം. സോ ഡ്യൂറിങ് എക്സാംസ് ഇറ്റ് റൺസ് ഓവർ ഡ്രൈവ്, അതായത് ഒരു ഓവർ ടൈം വർക്കാണ് എന്ത് ചെയ്യുന്നത്, ബ്രെയിൻ ചെയ്യുന്നത് നമ്മൾ എക്സാമിന്റെ ടൈമിൽ. അപ്പം വാട്ട് യു ഫീഡ് ഇറ്റ് ഡയറക്ട്ലി ഇമ്പാക്ട്സ് യുവർ ഫോക്കസ്. നമ്മുടെ ഫോക്കസിനെ ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് അവിടെ ഇമ്പാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മെമ്മറി റിട്ടൻഷൻ ആൻഡ് ഹൗ വെൽ യു മാനേജ് സ്ട്രെസ്, അതായത് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ന്യൂട്രീഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടൈം മാനേജ്മെന്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭക്ഷണ കാര്യം കൂടി എന്ത് ചെയ്യണം, നമ്മൾ എക്സാം സമയത്ത് നോക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ എനർജി നമുക്ക് ഫുഡിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആദ്യമായിട്ട് നമുക്ക് എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റുകളാണ്, നമുക്കറിയാം അല്ലെ. കാർബോഹൈഡ്രേറ്റുകളാണ് നമുക്ക് എനർജി നമുക്ക് തരുന്നത്. നമ്മുടെ ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് ആദ്യമായിട്ട് നമുക്ക് എനർജി തരുന്നത്. സോ അത് കൂടുതലായിട്ട് നമുക്ക് കഴിക്കാൻ ഏറ്റവും നന്നായിട്ടുള്ള റിച്ച് സോഴ്സുകൾ എന്ന് പറയുന്നത് ഓട്സ്, വോൾ ഗ്രെയിൻസ്, ഇതൊക്കെയാണ് നമുക്ക് റൈസ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് എനർജി തരാൻ നമുക്ക് പറ്റുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇത് കൂടുതലായിട്ട് കഴിച്ചാലും എന്താണ്, നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരും. കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് കഴിച്ചാലും നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് ഫോക്കസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡിലുള്ള പ്രോട്ടീൻസ് അല്ലെ, അതായത് നമുക്ക് നാച്ചുറലി കിട്ടുന്ന നമുക്ക് വെജിറ്റേറിയൻ, അതായത് നമുക്ക് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മളെ ഫിഷിലും അതുപോലെ തന്നെ നമ്മളെ നട്ട്സിൽ, സീഡ്സിൽ, നമ്മുടെ പച്ചക്കറികളിൽ അല്ലെങ്കിൽ ഇലക്കറികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോക്കസിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കുന്നതിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എത്ര ആണെങ്കിലും നമ്മളെ വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ബ്രെയിൻ എല്ലാം ഫോക്കസ്ഡ് ആയിരിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, കോൺസെൻട്രേറ്റഡ് ആയിട്ട് സ്ട്രെസ് ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക. സോ ഈ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ദ പവർ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളത്, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നമ്മളെ ഫസ്റ്റ് മീലാണ് അല്ലെ, ഒരുപാട് നേരം നമ്മൾ സ്റ്റാർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രേക്ക് ഫാസ്റ്റ് എന്ന് പേര് വന്നുള്ളത്. സോ ആ ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കണം. അതിൽ നമ്മൾ ഓൾ ഗ്രെയിൻസ്, ഓട്സ്, വീറ്റ്, ബ്രെഡ്, പോഹ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിൽ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ ഒരു ഓവർ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഫുഡ് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം കുറയ്ക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് വേണം, ഓട്സ്, ഓൾ ഗ്രെയിൻസ്, നല്ല കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യാം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പ്രോട്ടീൻസ് ആണെങ്കിൽ നമ്മൾ എഗ്സ് കഴിക്കാം, യോഗേർട്ട് കഴിക്കാം, അതുപോലെ തന്നെ ഗ്ലാസ് ഓഫ് മിൽക്ക് കഴിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് അല്ലെ, ഹെൽത്തി ഫാറ്റ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് വാൾനട്ട്സിലും അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നട്ട്സ്, സീഡ്സിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പംകിൻ സീഡ്സ്, അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നട്ട്സ്, വാൾനട്ട്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഫ്രഷ് ഫ്രൂട്ട്സ് ലൈക്ക് ബെറീസ് ആൻഡ് ആപ്പിൾസ്, അല്ലെങ്കിൽ ബെറീസ്, ആപ്പിൾസ് പോലെയുള്ള സ്ട്രോബെറീസ്, ആപ്പിൾസ്, അതുപോലെ തന്നെ റാസ്ബെറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ബെറീസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ കംസ് ദ ബ്രെയിൻ
ഫുഡ്സ്, അതായത് ബ്രെയിൻ ഫുഡ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു എക്സാം സമയത്ത് നമ്മൾ കഴിക്കാതിരിക്കുന്ന ഫുഡ്സ് അല്ലെങ്കിൽ കഴിക്കേണ്ടതായിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാണ്, നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ചൂസ് സ്നാക്സ് ദാറ്റ് പ്രൊവൈഡ് സസ്റ്റെയിൻ എനർജി ആൻഡ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ടു കീപ് അവർ മൈൻഡ് ഷാർപ്പ്. നമ്മുടെ മൈൻഡ് ഷാർപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതിൽ നമ്മുടെ ബോഡിക്ക് എക്സസ് ആയിട്ട് എമൗണ്ടിൽ ഒരു കാര്യങ്ങളും ആവശ്യമില്ല. നമ്മൾ റിക്വയർഡ് എമൗണ്ടിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഫുഡ് ഐറ്റംസ് കഴിക്കണം. സോ എന്തൊക്കെയാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? വാൾനട്ട്സ്, ആൽമണ്ട്സ്, അതായത് ബദാംസ്, അതുപോലെ തന്നെ വാൾനട്ട്സ് ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പംകിൻ സീഡ്സ് ബെറ്റർ ആണ്. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പംകിൻ സീഡ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ്, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മഗ്നീഷ്യം പോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മിനറൽസ് എന്ത് ചെയ്യും നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ത്രൂ കിട്ടും. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോക്ലേറ്റ്സ് നോർമലി കഴിക്കുന്ന ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ചോക്ലേറ്റ്സ് അല്ല കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് 70% കൊക്കോ കണ്ടന്റ് 70% അല്ലെങ്കിൽ 70% പ്ലസ് ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ എന്താ ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫ്രഷ് ബെറീസ് ആൻഡ് ആപ്പിൾസ് എന്താ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ റോസ്റ്റഡ് മക്കാന എന്ന് പറഞ്ഞാൽ ലോട്ടസിന്റെ നട്ട്സിനെയാണ് നമ്മൾ മക്കാന എന്ന് പറയുന്നത്. സോ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രൈഡ് ആയിട്ടുള്ള നട്ട്സ് അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ മിൽക്കോ അല്ലെങ്കിൽ വോൾ ഗ്രെയിൻസോ ഓട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നാച്ചുറലി നമ്മൾ മീറ്റ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് എന്ത് ചെയ്യുക ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് നന്നായിട്ട് എന്ത് ചെയ്യുക ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യണം നമുക്ക് നോക്കണം. സോ അവോയ്ഡ് ഫുഡ് ദാറ്റ് കോസസ് റാപ്പിഡ് ബ്ലഡ് ഷുഗർ. നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം, പക്ഷെ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് ഒരു ഷുഗർ സ്പൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഡയറ്ററി ഫൈബർ കൂടുതലുള്ള ഫുഡ് ആദ്യം എന്ത് ചെയ്യാം നമ്മൾ കഴിക്കാം. അതായത് ഡയറ്ററി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ലൈക്ക് കുക്കുംബേഴ്സ്, അതുപോലെ തന്നെ സാലഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ആദ്യം നമ്മൾ കഴിക്കാൻ ശ്രമിക്കാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ. കാരണം നമ്മൾ ഒരു 7 to 8 hours നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്നും കഴിക്കാണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. നമ്മുടെ ബോഡി പ്രോപ്പർലി റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ ആ ഒരു സമയത്ത് നമുക്ക് എക്സസ് ആയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലഡ് ഷുഗർ എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ റൈസ് ചെയ്യും. സോ പെട്ടെന്ന് തന്നെ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഫോളോഡ് ബൈ സിവിയർ ക്രാഷസ് ലീവിങ് യു ഫീലിംഗ് സ്ലഗിഷ്. അതായത് നമ്മൾ എന്ത് ചെയ്യും ഒരു മടുപ്പിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ അതെന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കണം. സോ അതിന് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കണം? ഷുഗറി സോഡാസ്, അതായത് നമുക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കാം. എനർജി ഡ്രിങ്ക്സ് ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ മാക്സിമം ഒഴിവാക്കണം. കാരണം ഇതൊക്കെ പെട്ടെന്ന് ഒരു ബ്ലഡ് ഷുഗർ റൈസ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. ഡീപ് ഫ്രൈഡ് സ്നാക്സ്, അതായത് ഓയിലി ഫുഡ്സ് എന്ത് ചെയ്യാം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം. അതായത് നമ്മളെ ഹെൽത്തി ഓയിൽസ് ഉണ്ട്, ഹെൽത്തി ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഹെൽത്തി ഫാറ്റി ആസിഡ്സ് അല്ല നമ്മൾ പറഞ്ഞത്, നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ് ഉണ്ട് അല്ലെ, അതൊക്കെ വെച്ച് മേക്ക് ചെയ്ത ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക എക്സാം ടൈമിൽ ഒഴിവാക്കുക. ഹെവി ബേക്ക്ഡ് ഗുഡ്സ്, അതായത് ഹെവി ബേക്ക്ഡ് ആയിട്ടുള്ള കേക്ക്സ് പേസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്യുക നമ്മൾ ഒഴിവാക്കുക. കാരണം അത് ഹൈലി ഷുഗർ കണ്ടൻസ് ആയിരിക്കും അതിലൊന്നുണ്ടാവുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ഒരു മടുപ്പിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അത് ഒഴിവാക്കണം. എക്സസീവ് കോഫി ഓർ ടീ, അതായത് എക്സസീവ് ആയിട്ട് നമ്മൾ കോഫി ടീ, അതായത് നമുക്ക് ഈ സ്ലീപ്പ് ബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേ ബി കുറേ പേരും കോഫി ടീ ഒക്കെ കഴിക്കുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ് നമ്മുടെ ബോഡിക്ക് എക്സസ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡിനെ സ്ട്രെസ് ആക്കാനാണ് അത് കൊണ്ടുപോകുന്നത്. ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒക്കെ എന്ത് ചെയ്യുക എക്സാം സമയത്ത് ഒഴിവാക്കുക. സോ പ്രോസസ്ഡ് ഫുഡും അതുപോലെ തന്നെ ഷുഗറി ആൻഡ് ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് എക്സസീവ് ആയിട്ടുള്ള ബാഡ് ഫാറ്റ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ മേജർലി എന്ത് ചെയ്യേണ്ടത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. വാട്ടർ ഫ്യൂൽസ് യുവർ ബ്രെയിൻ, അതായത് നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വാട്ടർ ഇൻടേക്ക് പ്രോപ്പർ ആയിരിക്കണം. ഈവൻ മൈൽഡ് ഡീഹൈഡ്രേഷൻ ക്യാൻ സ്ട്രിങ് യുവർ ബ്രെയിൻ ടിഷ്യൂ സ്ലൈറ്റ്ലി ആൻഡ് സിഗ്നിഫിക്കന്റ്ലി ഇമ്പയർ യുവർ ഫോക്കസ് ആൻഡ് ഷോർട്ട് ടേം മെമ്മറി. അതായത് നിങ്ങൾ കുറച്ച് നേരം പഠിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ടിഷ്യൂസ് ഷ്രിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറി ലോസിനൊക്കെ എന്ത് ചെയ്യും മേ ബി ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നോക്കണം. സോ അതിനൊരു ആക്ഷൻ പ്ലാൻ കൂടി പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഒരു എക്സാം സമയത്ത് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു ആക്ടിവിറ്റി പോലെ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. 8 to 10
ഗ്ലാസസ് ഓഫ് വാട്ടർ എന്ത് ചെയ്യണം, നിങ്ങൾ ഡെയിലി ഇൻടേക്ക് ചെയ്യണം. സോ അതാണ് ഇവിടെ കൊടുത്തുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ചെയ്യുന്ന ഡെസ്കിന്റെ സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി ടേബിളിന്റെ സൈഡിലൊക്കെ എന്ത് ചെയ്യുക, ഒരു 8 to 10 ഗ്ലാസസ് ഓഫ് വാട്ടർ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഡെയിലി ഇൻടേക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രോ ടിപ്പ് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്, ലെമൺ ഓർ മിന്റ് ഫോർ ഫ്ലേവർ. ലെമണോ മിന്റോ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഒരു മൈൻഡ് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനെ റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും ജസ്റ്റ് വാട്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും കേട്ടോ, കുറച്ചുകൂടി ബെറ്റർ ആവും. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ നോക്കാം, നിങ്ങൾക്കൊരു ഡെയിലി ഒരു ഐഡിയൽ മീൽ പ്ലാൻ എന്ത് ചെയ്യുക, ഇതിൽ കൊടുത്തിട്ടുള്ളത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്ത് ചെയ്യുക, കൃത്യമായുള്ള ഒരു ടൈം ഇന്റർവെല്ലിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 8 AM നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ലഞ്ച് 1 PM എന്ത് ചെയ്യുക, ഒരു കൃത്യമായുള്ള ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് വെക്കുക. ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഓയിലി ബേക്ക്ഡ് ഫുഡ്സ് അല്ല നിങ്ങൾ കഴിക്കേണ്ടത്. അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഫ്രൂട്ട് സാലഡ്സോ റോസ്റ്റഡ് മക്കാനസോ അതുപോലെ തന്നെ സാലഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കുക. ഡിന്നർ ടൈം എന്ത് ചെയ്യുക, ഫിക്സ്ഡ് ആയിരിക്കുക. ഡിന്നർ ടൈം നിങ്ങൾ സ്ലീപ്പ് ചെയ്യുന്നതിന്റെ ഒരു 2 hours അല്ലെങ്കിൽ 1 hour കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ഡിന്നർ നിങ്ങൾ കഴിച്ചിരിക്കണം. അതും കൂടി എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് നോക്കാം. പ്രൊവൈഡ് സസ്റ്റെയിൻ എനർജി ആൻഡ് പ്രിവെൻസ് ഹങ്കർ. അതായത് നമ്മൾ ഹങ്കറിനെ പ്രിവെന്റ് ചെയ്യുന്നു, സസ്റ്റെയിൻ ആയിട്ടുള്ള എനർജി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം നമുക്ക് തരുന്നുണ്ട്. ഇനി ബാലൻസ് ന്യൂട്രീഷൻ ഫോർ റിക്കവറി വിത്തൗട്ട് ലീതാർച്ചി. അതായത് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ തരും നമ്മുടെ റിക്കവറി അല്ലെ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ സെൽസ് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിക്കവറി, അതുപോലെ തന്നെ വിതൗട്ട് ലീതാർച്ചി നമ്മുടെ ഈ ഒരു എനർജി ലോസ് ആവാണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്താ നമ്മുടെ ഈ ഒരു ലഞ്ച് എന്ന് പറയുന്നത്. ഇനി ക്വിക്ക് ആൻഡ് ലൈറ്റ് ബൂസ്റ്റ് റീഫോക്കസ് ഡ്യൂറിങ് ഈവനിങ് സ്റ്റഡി. ഈവനിങ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്വിക്ക് റീസ്റ്റാർട്ട് തരാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റീഫോക്കസ് തരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത്. ഈസി ടു ഡൈജസ്റ്റ് പ്രൊമോട്ടിങ് ഡീപ്പർ റെസ്റ്റ്ഫുൾ സ്ലീപ്പ്. അതായത് ഈസി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് എപ്പോഴും ഡിന്നറിൽ. പലരും ഒരു ഹെവിയർ ആയിട്ടുള്ള മീലാണ് ഡിന്നറിൽ കഴിക്കുക. ഹെവിയർ ആയിട്ടുള്ള മീൽ ഡിന്നറിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും അത് എന്ത് ചെയ്യുക, അത് എന്ത് ചെയ്യുക, ഡൈജസ്റ്റ് ആവുക. സോ ആ ഒരു ഡൈജഷൻ പീരീഡിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള എനർജി ലോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഉണ്ടാവും. സോ ഡിന്നർ എന്ത് ചെയ്യുക, മാക്സിമം ലൈറ്റ് വെയിറ്റ് ആക്കുക. ലൈറ്റ് സൂപ്പ്, പനീർ, ചിക്കൻ സൂപ്പ്, സോർട്ടഡ് വെജീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കഴിക്കാൻ ശ്രമിക്കുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിൽ പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തുള്ളതാണ് കേട്ടോ, എക്സാമ്പിൾ കൊടുത്തുള്ളതാണ്. ഈ ഒരു ടൈം ടേബിൾ, ഒരു കൃത്യമായുള്ള ഒരു ടൈം ടേബിൾ, നമ്മൾ പഠിക്കുന്നതിൽ ടൈം ടേബിൾ ഉണ്ട്, ഡയറ്റിലും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാവണം എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ബിൽഡിംഗ് ദ പെർഫെക്റ്റ് എക്സാംപ്ലേറ്റ്, അതായത് ഒരു പെർഫെക്റ്റ് എക്സാംപ്ലേറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 50% എന്ത് ചെയ്യണം, നിങ്ങൾ വെജീസും ഫ്രൂട്ട്സും എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ബ്രെയിൻ ഫ്യൂവൽ ആയിട്ട് നിങ്ങൾ ഒരു 25% നോക്കണം. അതുപോലെ തന്നെ ലീൻ പ്രോട്ടീൻസ്, അത് ആനിമൽ ബേസ്ഡ് ആവാം, പ്ലാന്റ് ബേസ്ഡ് ആവാം. നിങ്ങൾ മീറ്റുകളോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഫിഷൊക്കെ നമുക്ക് നന്നായിട്ട് ഫാറ്റി ആസിഡ്സ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യും, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്, നമുക്ക് പ്രോട്ടീൻസും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും 25% എന്ത് ചെയ്യണം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ നമ്മൾ ഒരു എസെൻഷ്യൽ ഒരു പെർഫെക്റ്റ് എക്സാംപ്ലേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം കഴിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് സ്ട്രെസ് കാര്യങ്ങളും വരും. നമ്മൾ എക്സാം സമയത്ത് നമ്മൾ ഉറക്കം ഉളച്ച് പഠിച്ചു എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഉറക്കം മിസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്ലീപ്പൊക്കെ മിസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത് കാണാറുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ 8 hours മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലീപ്പിന് വേണ്ടി മാറ്റി വെക്കുക. അതും കൃത്യമായിട്ടുള്ള ഒരു ടൈം പീരീഡ് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. റെസ്റ്റ് ഈസ് പ്രൊഡക്റ്റീവ്, അതായത് റെസ്റ്റ് എന്താണ്, നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഡയറ്ററി റൂൾസ് ഫോർ ബെറ്റർ സ്ലീപ്പ്. ബെറ്റർ സ്ലീപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കഫീൻ കണ്ടെയ്ൻ ആയിട്ടുള്ള കോഫി, സ്ട്രോങ് ടീ, കോളേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ആഫ്റ്റർ 4 PM ഈറ്റ് എ ലൈറ്റ് ഡിന്നർ അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ യു ബെഡ് ടൈം ടു എൻഷുർ ഡീപ് റീസ്റ്റോറേറ്റീവ് സ്ലീപ്പ്. അതായത് നിങ്ങൾ 2 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 hour മുന്നെങ്കിലും നിങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായുള്ള രീതിയിൽ ഉറങ്ങുക. സ്ലീപ്പ് എന്താണ്, നമ്മളെ ബ്രെയിനിന് ഒരു റെസ്റ്റ് കൊടുക്കുന്ന സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് കൃത്യമായിട്ട് 8 hours നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടോപ്പ് 3 സൂപ്പർ ഫുഡ്സ് ഫോർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ടോപ്പ് 3 ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സൂപ്പർ ഫുഡ്സിൽ വരുന്നതാണ് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സും തരുന്ന വാൾനട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ബെറീസ്, സ്ട്രോബെറീസ്, റാസ്ബെറീസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ കഴിക്കുക. ദെൻ സ്പിനാച്ച്, നമ്മൾ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ മീറ്റ്സ്, അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. സോ ഇതൊക്കെ എന്താണ്, നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആണ്. നമ്മൾ ഈ ഒരു എക്സാം സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി എക്സാം
സമയത്ത് നിങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക. ആ ചെക്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യുക, സ്റ്റിക്സ് ടു ദ ഫെമിലിയർ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. എന്താണ്, നിങ്ങൾ ഹൈഡ്രേഷനെ കുറിച്ച്, അതായത് നിങ്ങൾ 8 മുതൽ 10 ഗ്ലാസ് അല്ലെങ്കിൽ 8 to 10 ഗ്ലാസസ് ഓഫ് വാട്ടർ നിങ്ങൾ ഡ്രിങ്ക് ചെയ്തു എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. അതുപോലെ സീക്രട്ട് വെപ്പൺ എന്താണ്, if you carry a small piece of dark chocolate or a few almonds for a quick energy spike right before entering the hall. അതായത് നിങ്ങൾ ഹാളിൽ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്ന സമയത്ത് ആൽമണ്ട്സോ അല്ലെങ്കിൽ ഒരു ക്വിക്ക് സ്പൈക്കിന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോകുക. ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എനർജി തരാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്രീത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുക. അതായത് നമ്മൾ ബ്രെയിനിന് ഒരു ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ സ്ലീപ്പ് നമ്മൾ എൻഷുർ ചെയ്യുക. നല്ല രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒട്ടും ഒഴിവാക്കാതെ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് അധികം ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് അധികം കണ്ടന്റ്സ് ഇനി ഏതൊക്കെയാണ് നിങ്ങൾക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡൗട്ടുകളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെന്ന് അതും എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. സോ ഗുഡ് ലക്ക്. അതുപോലെ തന്നെ എക്സാം ടൈമാണ് വരാൻ പോകുന്നത്. സോ ഒരുപാട് പീരിയോഡിക് ടെസ്റ്റുകളും ഓണ എക്സാമുകളൊക്കെ വരുന്ന സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടന്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.